നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CMRL കേസിലെ ഹൈക്കോടതി നിലപാട് പിണറായി വിജയനും CPM-നും എത്തി തിരിച്ചടിയെന്ന് വി മുരളീധരൻ MLA. സത്യം വിജയിച്ചുവെന്നും കൂടുതൽ അന്വേഷണത്തിന് വഴി തുറന്നുവെന്നും ഷോൺ ജോർജ്. 2 കമ്പനികളുമായി ബന്ധപ്പെട്ട കേസ് തങ്ങളുടെ വിഷയമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉടൻ ആവിഷ്കരിക്കുമെന്ന് എക്സൈസ് മന്ത്രി M ലിജു. എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ വിപുലമാക്കി തൃശൂർ സിറ്റി പോലീസ്. നടത്തറയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ലഹരിമരുന്നും മാരകായുധങ്ങളുമായി 5 പേരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ നഗരത്തിൽ നിന്നും 110 കിലോ പുകയിലോൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടി. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാണെങ്കിലും പെൻഷൻ പ്രായം ഉയർത്തരുതെന്ന യൂത്ത് കോൺഗ്രസ് മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി OJ ജനീഷ്. അങ്ങനെയൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് തോന്നുന്നില്ലെന്നും മന്ത്രി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം കോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. താമരക്കുളം തൊട്ടപ്പള്ളി ക്ഷേത്രത്തിലെ ശാന്തി മണികണ്ഠനാണ് മരിച്ചത്. കുന്നംകുളത്ത് ഷീറ്റ് മെഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ യുവാവ് മരിച്ചു. മലപ്പുറത്ത് വാഹനാപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് ഗുരുതര പരിക്ക്. മുള്ളൂർക്കര ആച്ചൂറോളവിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. CMRL കേസിൽ EDയുടെ അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി നിലപാട് CPM-നും പിണറായിക്കും കരണത്തേറ്റ അടിയാണെന്ന് വി മുരളീധരൻ MLA. നിയമവിരുദ്ധമായ നടപടികളെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയവരെ ഗുണ്ടകളെ വിട്ട് തടയാൻ ശ്രമിച്ചതിന് CPM മാപ്പ് പറയണമെന്നും വി മുരളീധരൻ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധമായിട്ടുള്ള നടപടികളെ കുറിച്ച് അന്വേഷണം നടത്താനെത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ സംഘടിതമായി ഗുണ്ടകളെ അടിച്ചുവിട്ട് ആക്രമിച്ച് അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി നടത്തിയ ആ ശ്രമങ്ങളെക്കുറിച്ച് CPM മാപ്പ് പറയണം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരുടെ ജീവനടക്കം അപായപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണെന്ന് നടന്നത്. മാത്രമല്ല, ഈ കേസിന്റെ കാര്യത്തിൽ CPM ഇത്രയും കാലം പറഞ്ഞിരുന്നത് പിണറായി വിജയനെതിരായിട്ട് പകപോക്കൽ നടക്കുന്നു, വേട്ടയാടൽ നടക്കുന്നു എന്നാണ്. പിണറായി വിജയൻ തന്നെ പറഞ്ഞത് എന്നെ ED ചോദ്യം ചെയ്തിട്ടില്ല. അതിനർത്ഥം ഈ കേസിൽ പിണറായി വിജയനെതിരായിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുള്ളത് മുഴുവൻ തന്നെ പിണറായി വിജയന്റെ മകൾക്കെതിരായിട്ടാണ്, വീണക്കെതിരായിട്ട്. VD സതീശന്റെ പോലീസ് കേസുകൾ മുഴുവൻ തന്നെ ഒരു കൂട്ടം ക്രിമിനലുകൾക്കായി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ജീവനടക്കം അപായപ്പെടുത്തുന്ന ആസൂത്രിത ശ്രമമാണ് നടന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു. CPM പറയുന്നത് പിണറായി വിജയനെതിരെ പകപോക്ക് നടക്കുകയാണെന്നാണ്. എന്നാൽ പിണറായി വിജയൻ പറയുന്നത് തന്നെ ആരും ചോദ്യം ചെയ്തിട്ടില്ലെന്നാണ്. അന്വേഷണവും ചോദ്യം ചെയ്യലും വീണ വിജയനെതിരെയാണ് നടന്നത്. പിണറായി വിജയനെതിരായ ഒരു രാഷ്ട്രീയ വേട്ടയും നടന്നിട്ടില്ല. എന്ത് സേവനം നൽകിയതിന്റെ പേരിലാണ് വീണയ്ക്ക് 4-5 ലക്ഷം രൂപ മാസം തോറും ലഭിച്ചതെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ കേസ് 3 ഹൈക്കോടതിയിൽ പോയതാണ്. ഈ കേസിൽ കേരള സർക്കാരിന്റെ നിലപാട് വ്യവസായ മന്ത്രി വ്യക്തമാക്കണമെന്ന് വി മുരളീധരൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് TCV. മാസപ്പടി കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി വിധിയിൽ പ്രതികരണവുമായി BJP നേതാവ് ഷോൺ ജോർജ്. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് തെളിയിക്കുന്നതാണ് വിധിയെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഓഹരി പങ്കാളിത്തമുള്ള കമ്പനിയിൽ വീണ തിരിമറി നടത്തിയെന്നും അടച്ച GSTയുടെ ഇൻവോയ്സ് വ്യാജമാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. നൽകാത്ത സേവനത്തിനാണ് ഇൻവോയ്സ്. GST തട്ടിപ്പും നടത്തി. സംസ്ഥാന സർക്കാരിനും വേണമെങ്കിൽ കേസെടുക്കാം. വീണ ഇടനിലക്കാരിയാണെന്നും പ്രതി പിണറായി വിജയനാണെന്നും ഷോൺ ജോർജ് പറഞ്ഞു. ഇന്ത്യൻ നിയമവ്യവസ്ഥയെ സ്വാഭാവികമായിട്ടും സ്വാധീനങ്ങൾ കൊണ്ടും വ്യവഹാരങ്ങൾ കൊണ്ടും താമസിപ്പിക്കാൻ കഴിയും. പക്ഷേ ഒരിക്കലും ഇന്ത്യൻ നിയമവ്യവസ്ഥയെയും വ്യവസ്ഥിതിയെയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൂടിയാണ് ഈ വിധി. തീർച്ചയായിട്ടും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അന്വേഷണവുമായി മുമ്പോട്ട് പോകാൻ യാതൊരു തടസ്സമില്ല. സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരു സമയം ചോദിച്ചിട്ട് പോലും കോടതി അനുവദിച്ചില്ല എന്നുള്ളതാണ് എനിക്കിപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ നടപടി തെളിവുകൾ പ്രത്യേകിച്ച് ശേഖരിക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ തോന്നുന്നില്ല. കാരണം വീണ SFI എൻക്വയറിയിൽ തന്നെ വീണ പ്രതിയായിട്ടുള്ള, അതായത് സെക്ഷൻ 447 അനുസരിച്ചുള്ള ക്രൈം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം SFI എൻക്വയറി തന്നെ വ്യക്തമാണ്. അതിലുള്ള ഡോക്യുമെന്റ്സ് തന്നെയാണ് വ്യക്തമാണ്. അതുകൊണ്ട് പിന്നെ കൂടുതലായ വലിയ അന്വേഷണങ്ങളിലേക്ക് പോകേണ്ട, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാം.
അറസ്റ്റിലേക്ക് പോകാം, ഇത്തരം കാര്യങ്ങളൊക്കെ ED ആണ് തീരുമാനമെടുക്കേണ്ടത്. എങ്ങനെയാണെങ്കിലും ഈ കോടതി വിധിയിൽ വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു, നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കുന്നു. UDF സർക്കാരിനെതിരെ ഗുരുതര ആരോപണവുമായി BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ നടക്കുന്ന അന്വേഷണം UDF സർക്കാരിലേക്ക് എത്തുമെന്ന് അറിയുന്നതുകൊണ്ടാണ് കേസുകൾ UDF പരാജയപ്പെടുത്തുന്നതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേസുകൾ അന്വേഷിക്കുന്നതിൽ നിന്ന് കേരള പോലീസ് ഒഴിയണമെന്നും കേന്ദ്രം ഇടപെടണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. നിയമത്തിന്റെ വഴിയിൽ അധികാര ദുർവിനിയോഗം നടത്തുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയുള്ള കേസുകൾ അട്ടിമറിക്കുകയാണ്. UDF സർക്കാർ അധികാരത്തിലേറിയിട്ടും അതുതന്നെയാണ് സംഭവിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ വിജയനെ തെളിവെടുപ്പിന് വേണ്ടി അന്വേഷണം നടത്താൻ നോക്കിയപ്പോഴും അതിനെതിരെ വലിയ പ്രകടനങ്ങളാണ് നടന്നത്. UDF സർക്കാരിന്റെ നിഷ്ക്രിയത്വമാണ് അതിൽ കണ്ടതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് TCV. വ്യക്തി എന്ന നിലയ്ക്കല്ല LDF നേതാവ് എന്ന നിലയ്ക്കാണ് പിണറായി വിജയന്റെ വസതിയിലെ ED റെയ്ഡിനെതിരെ സമരം നടത്തിയതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. CMR എക്സാലോജിക് കേസിലെ ഹൈക്കോടതി വിധി കണ്ടിട്ടില്ലെന്നും 2 കമ്പനികളുമായി ബന്ധപ്പെട്ട കേസ് തങ്ങളുടെ വിഷയമല്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആ വിധി കണ്ടിട്ടില്ല, അയച്ചിട്ടുമില്ല. ഇപ്പം അതേപ്പറ്റി അറിയില്ല. ഞങ്ങളുടെ സമരം ഏതെങ്കിലും വ്യക്തിക്ക് വേണ്ടിയായിരുന്നില്ല. ഞങ്ങളുടെ സമരം LDF നേതാവായ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള CPIM-ന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ വീട് 8 മണിക്കൂർ നേരം ED ഉപരോധിച്ചു. 8 മണിക്കൂർ ഇന്ത്യ മുഴുവൻ പറഞ്ഞു. സമരം അതുകൊണ്ടായിരുന്നു. CMR എക്സാലോജിക് 2 കമ്പനികളാണ്. അവ തമ്മിലുള്ള ഉടമ്പടിയോ ധാരണയോ കരാറോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ വിഷയമല്ലത്. ഞങ്ങളുടെ വിഷയം LDF ആണ്. LDF നേതാവായ പിണറായി വിജയനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ED അനാവശ്യമായിട്ട് വന്ന് കയറി ഒരു ചീത്ത പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി അനവധി മണിക്കൂർ അവരെ യുദ്ധക്കളമാക്കി മാറ്റിയാൽ ഞങ്ങൾ തീർച്ചയായിട്ടും നോക്കി നിൽക്കില്ല. അതിനർത്ഥം ഏതെങ്കിലും കമ്പനികളുടെ ബിസിനസ് ഏർപ്പാടുകളിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്നല്ല, താല്പര്യമില്ല. എല്ലാ വിഭാഗങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പുതിയ മദ്യനയം ആവിഷ്കരിക്കുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തൃശൂർ പൂത്തോളിലെ കേരള എക്സൈസ് അക്കാദമിയിൽ നടന്ന സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മദ്യനയം തീർച്ചയായിട്ടും LDF-ന്റെ മദ്യനയമായിരിക്കില്ലല്ലോ UDF-ന്റെ. പക്ഷെ മദ്യനയം രൂപപ്പെടുത്തുന്നത് വളരെ കൃത്യമായ ചർച്ചകളിലൂടെ തന്നെയാണ്. സമൂഹത്തിലെ മദ്യവിരുദ്ധ സമിതികൾ അല്ലെങ്കിൽ ലഹരി വിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരുമായിട്ടുള്ള ചർച്ച. ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാ ഫീഡ്ബാക്കുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ലഭിച്ചുകൊണ്ടിരിക്കുന്നു. മദ്യവർജന ലഹരി വിരുദ്ധ സംവിധാനങ്ങൾ, സാമുദായിക സംഘടനകൾ, അതോടൊപ്പം ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സായി നിൽക്കുന്ന ഹോട്ടൽ, റെസ്റ്റോറൻറ്റ്, ബാർ ഉടമകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ എല്ലാവരുമായി ചർച്ച നടത്തി കേരളത്തിൽ ലഹരിയെ സംബന്ധിച്ച് 0 ടോളറൻസ് സമ്പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഞാൻ പൂർത്തീകരിക്കട്ടെ. NDPS-നെ, അതായത് മയക്കുമരുന്ന് ലഹരിയെ സമ്പൂർണ്ണമായി വേരുപിഴുത് എറിയുകയും അതോടൊപ്പം മദ്യത്തിൻ്റെ കാര്യത്തിൽ മദ്യവർജനം എന്ന ആത്യന്തിക ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് റെസ്പോൺസിബിൾ ഡ്രിങ്കിങ് സംസ്കാരം നാട്ടിലുണ്ടാക്കുക എന്നുള്ളതാണ് എക്സൈസ് ഇപ്പോൾ മുന്നോട്ട്. ബാറുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നിരവധി ബാറുകൾ അനുമതി കൊടുത്തിരുന്നു. ഇനി ബാറുകളുടെ എണ്ണം കുറവ് വരണോ തീരുമാനിക്കുന്നത് വ്യക്തിപരമായൊരു തീരുമാനമല്ല. അത് UDF-ന്റെ ചർച്ചയുണ്ടാകും, പാർട്ടിക്കുള്ളിൽ ചർച്ചയുണ്ട്, സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളുമായും ചർച്ച ചെയ്യും. അത്തരത്തിലൊരു തീരുമാനത്തിന് ശേഷമേ ആത്യന്തികമായി മദ്യനയം പ്രഖ്യാപിക്കൂ. സംസ്ഥാനത്തെ ലഹരിമുക്തമാക്കാനുള്ള സമഗ്രമായ പ്രവർത്തന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കും. പരിവർത്തനത്തിന്റെ കൃത്യമായ ദിശാസൂചി അടിസ്ഥാനമാക്കി എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കും. എക്സൈസ് സേനയുടെ അംഗബലം വർദ്ധിപ്പിച്ചും വിജിലൻസ് വിഭാഗത്തെ ശക്തിപ്പെടുത്തിയും കേസുകളിൽ സംഭവിക്കുന്ന ന്യൂനതകൾ പരിഹരിക്കാനായി കെമിക്കൽ ലബോറട്ടറി സ്ഥാപിച്ചും എക്സൈസ് വകുപ്പിനെ ആധുനിക എൻഫോഴ്സ്മെന്റ് ഏജൻസിയാക്കി പരിവർത്തനം ചെയ്യും. എൻഫോഴ്സ്മെന്റ്, ബോധവൽക്കരണം, ഡി അഡിക്ഷൻ സെന്ററുകൾ, പുനരധിവാസം എന്നീ 4 സ്തൂപങ്ങളിൽ അടിയുറച്ചുള്ളതായിരിക്കും പ്രവർത്തനം. വിമുക്തി മിഷന്റെ പ്രവർത്തനങ്ങൾ ഓരോ കുടുംബത്തിലും എത്തിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന ശൃംഖല സൃഷ്ടിക്കും. സമൂഹത്തെ ലക്ഷ്യമാക്കി മുൻ സർക്കാരിനേക്കാൾ വ്യത്യസ്തമായുള്ള മദ്യനയം എല്ലാ വിഭാഗങ്ങളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ആവിഷ്കരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. എക്സൈസ് കമ്മീഷണർ ശ്രീറാം സാംബശിവറാവു, എക്സൈസ് അക്കാദമി ഡയറക്ടർ TM മഞ്ജു എന്നിവർ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു. ചിട്ടയും കാര്യക്ഷമവുമായ പരിശീലനം പൂർത്തിയാക്കിയ 35ാം ബാച്ചിലെ 66 സിവിൽ എക്സൈസ് ഓഫീസർമാരാണ് കോരിച്ചൊരിയുന്ന മഴയത്ത് നടന്ന പാസിംഗ് ഔട്ട് പരേഡിനെ തുടർന്ന് സേനയുടെ ഭാഗമായത്. ശ്രീ M. മിഥുൻ നായരുടെ സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ 1ാമത്തെ റെക്കോർഡാണ്.
അമൽ എന്ന് നയിക്കുന്ന സിവിൽ എക്സൈസ് ഓഫീസർമാരുടെ 4ാമത്തെ പ്ലട്ടൂണാണ് ഇപ്പോൾ മുഖ്യാതിഥിക്ക്. ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം എക്സൈസ് അക്കാദമി കോമ്പൗണ്ടിൽ ഫലവൃക്ഷ തൈകൾ നട്ട് മന്ത്രി നിർവഹിച്ചു. TCV തൃശൂർ. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ. കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. വീണ്ടും വാർത്തകളിലേക്ക്. ഓപ്പറേഷൻ തൂഫാൻ വിപുലമാക്കി തൃശൂർ സിറ്റി പോലീസ്. നടത്തറയിൽ പ്രവർത്തിക്കുന്ന കാർ വർക്ക്ഷോപ്പിന്റെ മറവിൽ രാസലഹരി ഉപയോഗവും കച്ചവടവും പതിവാക്കിയ വർക്ക്ഷോപ്പ് ഉടമയും ഡാൻസ് മാസ്റ്ററും ഉൾപ്പെടുന്ന 5 യുവാക്കളെയാണ് ഒല്ലൂർ പോലീസ് പിടികൂടിയത്. മണ്ണുത്തി സ്വദേശി ഫ്രനി ഫ്രാൻസിസ്, അമ്മാടം സ്വദേശി അനൂപ്, കോടന്നൂർ സ്വദേശി ജഗൻ, അമ്മാടം പള്ളിപ്പുറം സ്വദേശി അജുൻ, ഫോർട്ട് കൊച്ചി സ്വദേശി ഷാമിൽ ഷാജഹാൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവിടെ രാത്രിയും പകലുമായി വന്നുപോകുന്ന സാമൂഹ്യവിരുദ്ധർ പരിസരവാസികൾക്ക് സ്ഥിരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നവരാണെന്ന് ഒല്ലൂർ പോലീസിന് വിവരം ലഭിച്ചിരുന്നു. തുടർന്ന് ദിവസങ്ങളായി പരിസരം പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഒല്ലൂർ ഇൻസ്പെക്ടർ MS ഫൈസൽ, സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യു, സിവിൽ പോലീസ് ഓഫീസർമാരായ KN നിരാജ് മോൻ, PP അജിത്, TS വിനീത്, TG സുനീഷ്, PR സുനീഷ് തുടങ്ങിയവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. തൃശൂരിൽ വൻ ലഹരിവേട്ട. ഓപ്പറേഷൻ തൂഫാൻ ഹണ്ടിന്റെ ഭാഗമായി 110 കിലോ പുകയിലോൽപ്പന്നങ്ങൾ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡും തൃശൂർ എക്സൈസ് ഇന്റലിജൻസും ചേർന്ന് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാൾ സ്വദേശി മഞ്ജീഷിനെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. വീട് വാടകയ്ക്കെടുത്താണ് പുകയിലോൽപ്പന്നങ്ങൾ സ്റ്റോക്ക് ചെയ്തിരുന്നത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. മെസ്സി വന്നാലും ഇല്ലെങ്കിലും കേരളത്തിൽ നിന്ന് ഒരു മെസ്സിയെ വളർത്തിയെടുക്കുകയാണ് കായിക വകുപ്പിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി OJ ജനീഷ്. ചെറുപ്പക്കാർ കളിക്കളങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു സാഹചര്യമാണുള്ളതെന്നും പുതിയ കായിക നയം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി. തൃശൂർ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ കളിക്കളങ്ങൾ ഉണ്ടാക്കി ചെറുപ്പക്കാരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമവും കായിക മേഖലയിൽ സോഷ്യൽ ഓഡിറ്റിംഗും നടത്തും. സ്പോർട്സ് കൗൺസിലിൽ കുറേയേറെ പോരായ്മകളുണ്ട്, അതെല്ലാം മാറ്റിയെടുക്കും. ഗ്രാമങ്ങളിൽ കുട്ടികൾക്ക് അവസരമൊരുക്കി കൊടുക്കുകയാണ് പ്രാഥമിക പരിഗണനയെന്നും മന്ത്രി പറഞ്ഞു. കായിക രംഗത്ത് കൂടുതൽ CSR ഫണ്ടുകൾ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. യൂത്ത് ക്ലബ്ബുകൾ ഇന്ന് സജീവമല്ല. പുതിയ തലമുറയെ ആകർഷിക്കുന്ന വിധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരും. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനാണെങ്കിലും പെൻഷൻ പ്രായം ഉയർത്തരുതെന്ന യൂത്ത് കോൺഗ്രസ് മുൻ നിലപാടിൽ മാറ്റമില്ല. അങ്ങനെ ഒരു നടപടിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് തോന്നുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ സർക്കാരിന് മുമ്പിലുള്ള ചില മാർഗങ്ങൾ എന്ന നിലയ്ക്കാണ്. പക്ഷേ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാണെങ്കിൽ കൂടി പെൻഷൻ പ്രായം ഉയർത്തുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. അത് ഇപ്പോഴത്തെ നിലപാടല്ല, അത് കാലങ്ങളായി തുടർന്നു വരുന്ന നിലപാടാണ്. ആ നിലപാട് ഉയർത്തിപ്പിടിച്ച് തന്നെയാണ് കഴിഞ്ഞ ഗവൺമെന്റിനെതിരെ സമരം നടത്തിയത്. കഴിഞ്ഞ ഗവൺമെന്റ് പെൻഷൻ പ്രായം ഉയർത്തിയ ഗവൺമെന്റാണ്. ഇന്നിപ്പോൾ DYFIന് എന്ത് മറുപടി പറയുന്നത് എനിക്കറിയില്ല. കഴിഞ്ഞ ഗവൺമെന്റ് പെൻഷൻ പ്രായം ഉയർത്തിയ ഗവൺമെന്റാണ്. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ആയുഷിൽ, നോർക്കയിൽ, ഔഷധിയിൽ, പിന്നെ അങ്ങനെയുള്ള പൊതുമേഖലാ സ്ഥാപനം, കേരള ഫീഡ്സ് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊക്കെ റിട്ടയർമെന്റ് പ്രായം 58 നിന്ന് 60 വയസ്സാക്കി ഉയർത്തിയ ഗവൺമെന്റാണ് കഴിഞ്ഞ ഗവൺമെന്റ്. അന്ന് അങ്ങനെ 150ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പെൻഷൻ പ്രായം ഉയർത്താനാണ് ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ 35,000-ഓളം തൊഴിലവസരം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിയതാണ് കഴിഞ്ഞ ഗവൺമെന്റ് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നത്. അതിൽ യൂത്ത് കോൺഗ്രസ് ഉയർത്തിപ്പിടിച്ച നിലപാടിനോട് കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിച്ച് വളരെ പോസിറ്റീവായി തന്നെയാണ്. അതുകൊണ്ട് ആ നിലപാടിൽ യൂത്ത് കോൺഗ്രസ് മാറ്റില്ല. അത്തരം നിലപാടിലേക്ക് സർക്കാർ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല.
കായിക മേഖലയിൽ കേന്ദ്ര ഫണ്ട് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തും. രജിസ്ട്രേഷൻ വകുപ്പുമായി ബന്ധപ്പെട്ട് നിലവിലെ ഫെയർ വാല്യൂവിൽ ഒരുപാട് അശാസ്ത്രതയുണ്ട്, അത് പരിശോധിക്കും. ഇപ്പോൾ വനം വകുപ്പിന്റെ കീഴിലുള്ള പുത്തൂർ സുവോളജിക്കൽ പാർക്ക് സൂ വകുപ്പിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MB ബാബു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ, B സതീഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തൃശൂർ പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഗോളാരവം സെലിബ്രിറ്റി ഫുട്ബോൾ ലീഗിന്റെ പ്രഖ്യാപനവും മന്ത്രി നിർവഹിച്ചു. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. വെള്ളാങ്ങല്ലൂർ കാരുമാത്ര ബ്ലാഹിലില്ലത്ത് മണികണ്ഠനാണ് മരിച്ചത്. ശ്രീനാരായണപുരം താമരക്കുളം തൊട്ടപ്പുള്ളി ക്ഷേത്രത്തിലെ ശാന്തിക്കാരനായ മണികണ്ഠൻ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങും വഴിയായിരുന്നു അപകടം. റോഡരികിലെ വാഗമരം കടപുഴകി സ്കൂട്ടറിന് മുകളിൽ വീഴുകയായിരുന്നു. ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ച സംഭവത്തിന് കാരണം അധികൃതരുടെ നിസ്സംഗതയും ചിലരുടെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനവുമാണെന്ന് ആരോപണം. മരണത്തിനിടയാക്കിയ തണൽമരം ചിലർ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപകടാവസ്ഥയിലായ മരം മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരനായ M കരുണാകരൻ മാസങ്ങൾക്ക് മുൻപ് പൊതുമരാമത്ത് വകുപ്പിന് പരാതി നൽകിയിരുന്നെങ്കിലും നടപടിയുണ്ടായില്ല. കുന്നംകുളത്ത് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. KECBക്കെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചു. പോർക്കുളങ്ങാട് സ്വദേശി ആലിക്കൽ വീട്ടിൽ നിഷാദാണ് ഷോക്കേറ്റ് മരിച്ചത്. പോർക്കുളങ്ങാട് ക്ഷേത്രത്തിന്റെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ നിഷാദിന് വൈദ്യുതാഘാതം ഏൽക്കുകയായിരുന്നു. അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് നിഷാദിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ക്ഷേത്രത്തോട് ചേർന്നുള്ള വീട്ടിലേക്ക് പോകുന്ന സർവീസ് വയർ ക്ഷേത്രത്തിലെ ഷീറ്റിൽ തട്ടി നിന്നിരുന്നു. ഇതിൽ നിന്നാണ് നിഷാദിന് ഷോക്കേറ്റതെന്ന് കരുതുന്നു. അശാസ്ത്രീയമായ രീതിയിലാണ് സർവീസ് വയർ കടന്നുപോകുന്നതെന്നും KECBയുടെ ഗുരുതരമായ അനാസ്ഥയാണ് അപകടത്തിന് കാരണമായതെന്നും നാട്ടുകാർ ആരോപിച്ചു. മലപ്പുറം തേഞ്ഞിപ്പാലം കോഹിന്നൂരിലുണ്ടായ വാഹനാപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഹിദ്, ഭാര്യ ഷഫീന, ഇവരുടെ ബന്ധു ആലങ്കോട് സ്വദേശി ജഹാന എന്നിവരാണ് മരിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ നിയന്ത്രണം വിട്ട് നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. പ്രവാസിയായ ഷാഹിദ് 2 ആഴ്ച മുൻപാണ് നാട്ടിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെയാണ് ബന്ധുക്കളോടൊത്ത് 2 കാറുകളിലായി വിനോദയാത്രയ്ക്ക് പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ട് മടങ്ങി വരുന്ന വഴിയാണ് അപകടമുണ്ടായത്. കാർ പൂർണ്ണമായും തകർന്നു. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് കാർ വെട്ടിപ്പൊളിച്ചാണ് 3 പേരെയും പുറത്തെടുത്തത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. BJP തൃശൂർ ജില്ലാ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിസ്ഥിതി ദിനാചരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. വൃക്ഷത്തൈക്ക് രാധ എന്ന് പേര് നൽകി. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, പ്രധാന അധ്യാപിക ജൂലിയറ്റ് K. അപ്പുക്കുട്ടൻ, പ്രിൻസിപ്പാൽ M. ജയശ്രീ, PTA പ്രസിഡന്റ് AV റൈനസ്, BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് B. ഗോപാലകൃഷ്ണൻ, നോർത്ത് ജില്ലാ പ്രസിഡന്റ് C. നിവേദിത, കൗൺസിലർ ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. അതേസമയം സ്കൂളിൽ BJP നടത്തിയ പരിസ്ഥിതി ദിനാഘോഷം നിയമവിരുദ്ധമാണെന്നും വിദ്യാലയങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടത്തരുതെന്നുള്ള നിയമം മറികടന്നാണ് BJP പരിപാടി നടത്തിയതെന്നും CPM ആരോപിച്ചു. BJP പരിപാടിയാണ് സംഘടിപ്പിക്കുന്നതെന്ന് അറിഞ്ഞിരുന്നില്ലെന്ന് പ്രധാന അധ്യാപിക ജൂലിയറ്റ് K. അപ്പുക്കുട്ടൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എരുമപ്പെട്ടിയിൽ ഇലക്ട്രിക് വർക്ക്ഷോപ്പിൽ തീപിടുത്തം. വെള്ളിയാഴ്ച പുലർച്ചെ 1:30ഓടെയാണ് തീപിടുത്തമുണ്ടായത്. 2 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. എരുമപ്പെട്ടി കടങ്ങോട് റോഡ് സെന്ററിൽ ITC റോഡിൽ പ്രവർത്തിക്കുന്ന പാറക്കൽ ഇലക്ട്രിക്സ് വർക്കിലാണ് തീപിടുത്തമുണ്ടായത്. അടച്ചിട്ടിരുന്ന ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. പുകയും തീയും ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട പരിസരവാസികൾ ഉടമയെ വിവരം അറിയിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ഷോപ്പിലെ വൈദ്യുതി ലൈനിൽ വന്ന ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. റിപ്പയറിംഗ് കഴിഞ്ഞ് സൂക്ഷിച്ചിരുന്ന മോട്ടോറുകൾ, മിക്സികൾ, ഫാനുകൾ ഉൾപ്പെടെയുള്ള വൈദ്യുതി ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഏകദേശം 2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി സ്ഥാപന ഉടമ പറഞ്ഞു. ISROയിൽ ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രധാന പ്രതി പിടിയിൽ. മുളങ്കുന്നത്തുകാവ് കണ്ണഞ്ചേരി വീട്ടിൽ സുബിനെയാണ് വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പാർലിക്കാട് സ്വദേശിക്ക് തിരുവനന്തപുരത്ത് ISROയിൽ സൂപ്പർവൈസർ പോസ്റ്റിൽ ജോലി ശരിയാക്കി തരാമെന്ന് വിശ്വസിപ്പിച്ച് 5,50,000 രൂപയാണ് പ്രതി തട്ടിയെടുത്തത്. തട്ടിപ്പിന് കൂട്ടുനിന്ന തിരുവനന്തപുരം സ്വദേശികളായ ദമ്പതികളെ വെഞ്ഞാറമൂട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രശാന്ത്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോബിൻ, സിവിൽ പോലീസ് ഓഫീസർ സഗുൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരുടെയും മെമ്പർ സെക്രട്ടറിമാരുടെയും സ്ഥാനങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്നതിനാൽ ശമ്പള വിതരണം അടക്കമുള്ള വിവിധ ദൈനംദിന കാര്യങ്ങൾക്ക് മുടക്കം വരാതിരിക്കാൻ അടിയന്തര നടപടിയുമായി സർക്കാർ. സാംസ്കാരിക സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് താൽക്കാലിക ചുമതല അനുവദിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കാൻ മന്ത്രി PC വിഷ്ണുനാഥ് നിർദ്ദേശിച്ചു. കേരള സാഹിത്യ അക്കാദമി, സംഗീത നാടക അക്കാദമി, ലളിതകല അക്കാദമി, മോയിൻകുട്ടി വൈദ്യർ മാപ്പിള അക്കാദമി, സാംസ്കാരിക ക്ഷേമനിധി ബോർഡ് എന്നീ സ്ഥാപനങ്ങളിലാണ് ഉദ്യോഗസ്ഥർക്ക് താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ളത്.
നടിയെ ആക്രമിച്ച കേസിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു. വിചാരണ കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡിന്റെ ദൃശ്യങ്ങൾ അനധികൃതമായി പരിശോധിക്കപ്പെട്ട സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. കേസ് അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയായ വൃന്ദ ഗ്രോവർ മുഖേനയാണ് ഹർജി ഫയൽ ചെയ്തത്. നീതിപൂർവമായ വിചാരണ ഉറപ്പാക്കാൻ കോടതിയുടെ മേൽനോട്ടത്തിൽ പുതിയ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ളി നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പെട്ടെന്നൊരാവശ്യം വരുമ്പോ പെട്ടെന്ന് കാശ് കിട്ടണ്ടേ? KSFE ഗോൾഡ് ലോൺ, കുറഞ്ഞ പലിശ, കൂടുതൽ തുക, കൂടുതൽ വേഗത്തിൽ. KSFE, ഈ നാടിന്റെ ധൈര്യം. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ്, കണക്ട് ആൻഡ് വിൻ. വീണ്ടും വാർത്തകളിലേക്ക്. സാധാരണക്കാർക്ക് ആശ്രയമായ സഹകരണ മേഖലയെ കൊള്ളയടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് മന്ത്രി M. ലിജു. സഹകരണ വകുപ്പ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച തണൽ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. രാഷ്ട്രീയ നിറഭേദ വ്യത്യാസമില്ലാതെ സാധാരണക്കാരന്റെ പണം തട്ടാൻ ആരെയും അനുവദിക്കില്ല. സഹകരണ ബാങ്കുകളിലെ കുടിശ്ശിക നിവാരണത്തിനായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കും. 100 ദിന കർമ്മ പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിയൂർ സർവീസ് സഹകരണ ബാങ്കിൽ നടന്ന ചടങ്ങിൽ PR വർഗീസ് അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് PP മോഹൻ, ഷോൺ പല്ലിശ്ശേരി, MK അബ്ദുൽ സലാം തുടങ്ങിയവർ പങ്കെടുത്തു. വിയൂർ ജില്ലാ ജയിലിലെ റിമാൻഡ് തടവുകാരൻ രേഷ് ബാബുവിന്റെ കസ്റ്റഡി മരണത്തിൽ കമ്മീഷണർ ഓഫീസിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂർ കോർപ്പറേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് BSNL ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. UP ജോസഫ്, PK ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. ശതമാനത്തിലേറെ അങ്ങേയറ്റം പ്രതിഷേധാർക്കും അയാൾ ഈ കേസിൽ ഏതെങ്കിലും. തൃശൂരിൽ റിമാൻഡ് തടവുകാരൻ മരിച്ചത് കസ്റ്റഡി മരണമാണെന്ന് വരുത്തി തീർക്കാൻ CPM-ഉം ഇടതുപക്ഷവും നടത്തുന്ന സമരനാടകം അവസാനിപ്പിക്കണമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. രേഷ് ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മർദ്ദനമേറ്റിട്ടില്ലെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. രേഷ് ബാബുവിന്റെ കൂട്ടുപ്രതികൾ ആരും അയാളെ മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസിന് മൊഴി നൽകിയിട്ടുള്ളതാണ്. കസ്റ്റഡി മരണങ്ങളിൽ വേവലാതിപ്പെടുന്ന CPM പിണറായി കാലത്ത് ജയിലുകളിൽ നടന്ന മർദ്ദനങ്ങളെയും മരണങ്ങളെയും സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറുണ്ടോ എന്നും ജോസഫ് ടാജറ്റ് ചോദിച്ചു. ഹെൽമറ്റ് ഉപയോഗിച്ചില്ലെങ്കിൽ ഇനി പിഴ മാത്രമല്ല 3 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസും നഷ്ടമാകും. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഒരു ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്താൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിക്കാനാവൂ. സുരക്ഷിത ഡ്രൈവിംഗിന്റെ പാഠഭാഗം പഠിക്കുകയും വേണം. വിവിധ കുറ്റങ്ങളുടെ ശിക്ഷാ കാലാവധി നിശ്ചയിച്ചുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ ഉത്തരവിറങ്ങി. മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റങ്ങളെ 13 വിഭാഗമായി തിരിച്ചാണ് ശിക്ഷ നിശ്ചയിച്ചിട്ടുള്ളത്. ഹെൽമറ്റ് ലംഘനം പോലുള്ള ചെറിയ കുറ്റങ്ങൾക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നില്ല. മദ്യപിച്ചോ അലക്ഷ്യമായി വാഹനം ഓടിച്ചോ ആളപായമുണ്ടാക്കിയാൽ 1 വർഷത്തേക്ക് ലൈസൻസ് നഷ്ടമാകും. ഗുരുതര പരിക്കാണെങ്കിൽ 6 മാസത്തേക്ക് സസ്പെൻഷൻ. ഇരു കുറ്റങ്ങൾക്കും 5 ദിവസത്തെ പഠന ക്ലാസ് നിർബന്ധമാണ്. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ്, അലക്ഷ്യമായ ഡ്രൈവിംഗ്, മത്സരയോട്ടം, സാങ്കേതിക തകരാറുള്ള വാഹനം നിരത്തിലിറക്കുക എന്നിവയ്ക്ക് 6 മാസത്തെ ലൈസൻസ് സസ്പെൻഷനും 3 ദിവസത്തെ ക്ലാസും ഉണ്ടാകും. ആംബുലൻസ്, അഗ്നിശമന വാഹനങ്ങളുടെ യാത്ര തടസ്സപ്പെടുത്തിയാലും 6 മാസത്തേക്ക് ലൈസൻസ് നഷ്ടമാകും. 1 ദിവസത്തെ ക്ലാസ്സിലും പങ്കെടുക്കണം. അതിവേഗം, അമിതഭാരം എന്നിവയ്ക്ക് 3 മാസത്തെ സസ്പെൻഷൻ ഉണ്ടാകും. ക്ലാസ്സിൽ പങ്കെടുത്തതിന്റെ കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മാത്രമേ ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ. TCV ന്യൂസ്, തൃശൂർ. താൻ രാജ്യസന്നദ്ധ അറിയിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് വ്യക്തമാക്കി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി.
തന്റെ രാജി വാർത്തകളോട് ഫേസ്ബുക്കിൽ പ്രതികരിച്ചുകൊണ്ട് സുരേഷ് ഗോപി പങ്കുവച്ച വാക്കുകൾ ഇങ്ങനെയാണ്. സുരേഷ് ഗോപി രാജ്യസന്നദ്ധത അറിയിച്ചു. നിങ്ങൾ അറിഞ്ഞിരുന്നോ? ഞാൻ മാത്രം അറിഞ്ഞില്ല കേട്ടോ എന്ന് അദ്ദേഹം പരിഹാസപൂർവ്വം കുറിച്ചു. സത്യം അറിയാൻ ഒരൊറ്റ ക്ലിക്ക് മാത്രം മതിയെന്നും അതുകൊണ്ട് ഇത്തരം സിനിമാ കഥകൾ വിശ്വസിച്ച് ആരും സമയം കളയരുതെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. തൃശൂർ നഗരത്തിന്റെ ശ്വാസകോശമായി തേക്കിൻകാട് മൈതാനം. നഗരമധ്യത്തിൽ പച്ചപ്പിന്റെ ശ്വാസകോശവുമായി തേക്കിൻകാട് മൈതാനം. കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഹംസ സന്ദേശത്തിൽ ലക്ഷണമൊത്ത വട്ടമൈതാനം എന്ന വിശേഷണമുള്ള തേക്കിൻകാട് മൈതാനം തൃശൂർ നഗരത്തിന്റെ സ്വകാര്യ അഹങ്കാരമാണ്. 65 ഏക്കറിലുള്ള പച്ചപ്പിന്റെ തുരുത്ത്. ഒരു ചെറിയ കുന്നാണ് തേക്കിൻകാട് മൈതാനം. ഒത്ത നടുവിൽ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. തേക്ക് മരങ്ങളാൽ ചുറ്റപ്പെട്ടിരുന്നതിനാലാണ് തേക്കിൻകാട് എന്ന പേരുണ്ടായതെന്ന് ചരിത്രം. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാന്റെ കാലത്താണ് തേക്കുമരങ്ങൾ വെട്ടിത്തെളിച്ചത്. പല കാലങ്ങളിൽ നട്ടുപിടിപ്പിച്ച വൈവിധ്യമാർന്ന ഒട്ടേറെ മരങ്ങൾ ഇന്നും തേക്കിൻകാട്ടിലുണ്ട്. 5 വർഷം മുമ്പ് ഇൻടാക് എന്ന സംഘടന തേക്കിൻകാട്ടിലെ വൃക്ഷവൈവിധ്യത്തെക്കുറിച്ച് സർവേ നടത്തിയിരുന്നു. 90-ലധികം സസ്യവർഗ്ഗങ്ങളുടെ വൈവിധ്യവും 600-ലേറെ മരങ്ങളും ഈ പച്ചത്തുരുത്തിലുണ്ട്. ആൽ, മാവ്, പ്ലാവ്, ഞാവൽ തുടങ്ങിയ നാട്ടുമരങ്ങൾക്കൊപ്പം ഒട്ടേറെ കാട്ടുമരങ്ങളും. നീലപുഷ്പങ്ങൾ നിറഞ്ഞ നീർമരുത്, സ്വർണപ്പൂക്കളുമായി കർണികാരം, ചുവപ്പ് മേലാപ്പുമായി ഗുൽമോഹർ, ഇങ്ങനെ ഒട്ടേറെ മരങ്ങൾ. പാലിയും ഇലഞ്ഞിയും പവിഴമല്ലിയും പൂക്കുന്ന സുഗന്ധവും തേക്കിൻകാടിന് സ്വന്തം. നാഗലിംഗമരം, ചെമ്മരം, ഇലന്ത, പൂവം, എടല, ഉരൽമരം തുടങ്ങി വൈവിധ്യമാർന്ന ഒട്ടേറെ മരങ്ങൾ വേറെയും. 2 വലിയ ചിറകളും തേക്കിൻകാട്ടിലുണ്ട്. എന്നാൽ തേക്കിൻകാട് മതിയായ പ്രാധാന്യത്തോടെ സംരക്ഷിക്കുന്നില്ലെന്ന ആക്ഷേപം പരിസ്ഥിതി പ്രേമികൾക്കിടയിലുണ്ട്. മണ്ണൊലിപ്പും സംരക്ഷണമില്ലായ്മയും ഒട്ടേറെ മരങ്ങളുടെ നാശത്തിന് കാരണമായിട്ടുണ്ട്. നഗരമധ്യത്തിലെ ഈ പച്ചപ്പ് അർഹമായ പ്രാധാന്യത്തോടെ സംരക്ഷിക്കണമെന്നാണ് പരിസ്ഥിതി പ്രേമികളുടെ ആവശ്യം. TCV തൃശൂർ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക പരിസ്ഥിതി ദിനാചരണം DCC ഓഫീസ് അങ്കണത്തിൽ പ്ലാവിൻ തൈ നട്ട് എക്സൈസ് മന്ത്രി M. ലിജു ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. DCC ഓഫീസിലെത്തിയ മന്ത്രി M. ലിജുവിന് സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, DCC മുൻ പ്രസിഡന്റുമാരായ ജോസ് വള്ളൂർ, MP വിൻസെന്റ്, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. പരിസ്ഥിതി ദിനത്തിൽ തൃശൂർ ബ്രഹ്മസമഠത്തിലെ വേദവിദ്യാർത്ഥികൾക്കൊപ്പം വൃക്ഷത്തെ നട്ട് BJP ദേശീയ സഹസംഘടനാ സെക്രട്ടറി ശിവപ്രകാശ്. നരേന്ദ്രമോദി സർക്കാരിന്റെ 12ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ബ്രഹ്മസമഠത്തിൽ വൃക്ഷത്തൈ നട്ടത്. ബ്രഹ്മസമഠം പ്രസിഡന്റ് പാഴൂർ പരമേശ്വരൻ നമ്പൂതിരി, പാഠശാല പ്രിൻസിപ്പൽ കാപ്ര ശങ്കരനാരായണൻ, വേദാചാര്യർ, BJP സംസ്ഥാന ഉപാധ്യക്ഷൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സന്നിഹിതരായി. ജില്ലാതല പരിസ്ഥിതി ദിനാചരണം കൃഷിവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്നു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ് വൃക്ഷത്തൈ നട്ട് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ കൗൺസിലർ പൂർണിമ സുരേഷ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ മോഡൽ ഗേൾസ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് PKP ബിന്ദു, തൃശൂർ ജില്ലാ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ തുടങ്ങിയവർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി ഡയറക്ടർ മിനി ജോസഫ്, KR ധന്യ, VHSE വിഭാഗം പ്രിൻസിപ്പൽ KR സ്മിത, ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ S ജയൻ, കൃഷി ഓഫീസർ എന്നിവർ പരിസ്ഥിതി ദിന സന്ദേശം നൽകി. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേറ്റ് പെൻഡർ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ നേതൃത്വത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ 40 പ്ലാവിൻ തൈകൾ നട്ടു. കേറ്റ് പെൻഡർ കൺസ്ട്രക്ഷൻ കമ്പനി ചെയർമാൻ ജോസ് സണ്ണി കാട്ടൂക്കാരൻ രൂപീകരിച്ച മരം ഒരു വരം പദ്ധതിയുടെ ആദ്യഘട്ടമാണ് പരിസ്ഥിതി ദിനത്തിൽ തേക്കിൻകാട് മൈതാനിയിൽ നടന്നത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K. ഗിരീഷ് കുമാർ, EPK ബാലകൃഷ്ണൻ, ഡോക്ടർ ജോസ് ചാണ്ടി, കേറ്റ് പെൻഡർ ചെയർമാൻ ജോസ് സണ്ണി കാട്ടൂക്കാരൻ, ചേംബർ ഓഫ് കൊമേഴ്സ് യൂത്ത് വിംഗ് ചെയർമാൻ സ്റ്റെബിൻ, മിജോയ് മമ്മു, ജോഷി ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കേരള ബ്രാഹ്മണ സഭാ സംസ്ഥാന സമിതിയുടെ നേതൃത്വത്തിൽ തുളസിച്ചെടി വിതരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം പൂങ്കുന്നത്ത് നടന്നു. ബ്രാഹ്മണ സഭാ സംസ്ഥാന ജനറൽ സെക്രട്ടറി NR പരമേശ്വരൻ തൃശൂർ ജില്ലാ ആസ്ഥാന മന്ദിരത്തിൽ തുളസിത്തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് S. ശിവരാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ട്രഷറർ KR ജയരാമൻ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. ഹരിഹരൻ, ജില്ലാ സെക്രട്ടറി T. മൂർത്തി തുടങ്ങിയവർ പങ്കെടുത്തു. KLDC കനാലുകളിലെ ചണ്ടികളും കുളവാഴകളും നീക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് രാജൻ പല്ലൻ MLA ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫിന് നിവേദനം നൽകി.
തൃശൂർ ടൗണിലെ ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ, KLDC കനാലുകളിലെ പായലുകളും ചണ്ടികളും നീക്കം ചെയ്തു. നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് അടിയന്തര ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചാണ് MLA മന്ത്രിക്ക് നിവേദനം നൽകിയത്. എത്രയും വേഗം ഫണ്ട് അനുവദിച്ച് നടപടികൾ സ്വീകരിക്കാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയതായി MLA അറിയിച്ചു. KLDC കനാലുകളിൽ ചണ്ടിയും കുളവാഴയും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,275 രൂപ, പവന് 1,14,200 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. CMRL കേസിലെ ഹൈക്കോടതി നിലപാട് പിണറായി വിജയനും CPM-നുമേറ്റ തിരിച്ചടിയെന്ന് V. മുരളീധരൻ MLA. സത്യം വിജയിച്ചുവെന്നും കൂടുതൽ അന്വേഷണത്തിന് വഴി തുറന്നുവെന്നും ഷോൺ ജോർജ്. 2 കമ്പനികളുമായി ബന്ധപ്പെട്ട കേസ് തങ്ങളുടെ വിഷയമല്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉടൻ ആവിഷ്കരിക്കുമെന്ന് എക്സൈസ് മന്ത്രി M. ലിജു. എക്സൈസ് വകുപ്പിനെ ആധുനികവൽക്കരിക്കുമെന്നും മന്ത്രി. ഓപ്പറേഷൻ തൂഫാൻ വിപുലമാക്കി തൃശൂർ സിറ്റി പോലീസ്. നടത്തറയിൽ വർക്ക്ഷോപ്പിൽ നിന്ന് ലഹരിമരുന്നും മാരകായുധങ്ങളുമായി 5 പേരെ അറസ്റ്റ് ചെയ്തു. തൃശൂർ നഗരത്തിൽ നിന്നും 110 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ എക്സൈസ് പിടികൂടി. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനാണെങ്കിലും പെൻഷൻ പ്രായം ഉയർത്തരുതെന്ന യൂത്ത് കോൺഗ്രസ് മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് മന്ത്രി OJ ജനീഷ്. അങ്ങനെയൊരു നടപടിയുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് തോന്നുന്നില്ലെന്നും മന്ത്രി. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പോഴങ്കാവിൽ മരം വീണ് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. താമരക്കുളം തൊട്ടപ്പുള്ളി ക്ഷേത്രത്തിലെ ശാന്തി മണികണ്ഠനാണ് മരിച്ചത്. കുന്നംകുളത്ത് ഷീറ്റ് മേഞ്ഞ മേൽക്കൂര വൃത്തിയാക്കുന്നതിനിടെ ഷോക്കേറ്റ് യുവാവ് മരിച്ചു. മലപ്പുറത്ത് വാഹനാപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. മലക്കപ്പാറയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ എസ്റ്റേറ്റ് സൂപ്പർവൈസർക്ക് ഗുരുതര പരിക്ക്. മുള്ളൂർക്കര ആറ്റൂർ വളവിൽ കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.